പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർ വളരെ രസകരമായ ആളുകളാണ്. നമ്മൾ ഗോളുകൾക്കായി നിക്ഷേപിക്കുന്നു, എന്നാൽ ജീവിതത്തിനായി വരുമാനം പ്ലാൻ ചെയ്യുന്നില്ല. ജീവിതം പ്രവചനാതീതമായിരിക്കാം, പക്ഷേ വരുമാനത്തിന്റെ സിസ്റ്റം പ്രവചിക്കാവുന്നതായിരിക്കണം. ഒരു ചോദ്യം ചോദിക്കട്ടെ, അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് അധിക തുക ലഭിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ചെലവുകളുടെ സമ്മർദ്ദം കുറയുമോ? ഇനി മറ്റൊരു ട്വിസ്റ്റ്. ഈ ചോദ്യം ജോലി ചെയ്യുന്നവർക്ക് മാത്രമല്ല, ബിസിനസ്സുകാർക്കും ഫ്രീലാൻസർമാർക്കും റിട്ടയർ ചെയ്തവർക്കും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കാരണം ജീവിതത്തിൽ ഗോളുകൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ പ്രതിമാസ ചെലവ് എല്ലാവർക്കും ഒരേപോലെയാണ്. പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർ വളരെ രസകരമായ ആളുകളാണ്. കല്യാണ ബജറ്റിനായി എക്സൽ ഉണ്ടാക്കുക, ഭവന വായ്പയ്ക്ക് റിസർച്ച് ചെയ്യുക, അവധിക്കാലം 12 ടാബുകളെങ്കിലും തുറന്നിരിക്കും. എന്നാൽ പ്രതിമാസ വരുമാന തുടർച്ചയുടെ കാര്യം വരുമ്പോൾ എന്തെങ്കിലും നടക്കുമെന്ന് നമ്മൾ വെറുതെ ഊഹിക്കുന്നു. പ്രശ്നം എന്തെന്നാൽ ചെലവുകൾ ഊഹങ്ങളെ അടിസ്ഥാനമാക്കിയല്ല നടക്കുന്നത്. ജീവിതത്തിന്റെ ഏതൊക്കെ ഘട്ടങ്ങളിൽ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്നും അവ കൈകാര്യം ചെയ്യാൻ എന്ത് വേണമെന്നും നമുക്ക് മനസ്സിലാക്കാം. 20കളുടെ അവസാനം 30കളുടെ തുടക്കം, ശമ്പളം വരുന്നു, ആത്മവിശ്വാസം കൂടുതലാണ്, വരുമാനം താൽക്കാലികമായി തടസ്സപ്പെട്ടാലും നിങ്ങൾ സമ്പാദ്യത്തിൽ നിന്ന് കാര്യങ്ങൾ നടത്തും. എന്നാൽ ഓർക്കുക, സമ്പാദ്യത്തിന്റെ സ്വഭാവം തീർന്നു പോകുക എന്നതാണ്, വരുമാനത്തിൻ്റെത് ആവർത്തിക്കുക എന്നതാണ്. 30കളുടെ മധ്യത്തിൽ 40കളിൽ ഭവന വായ്പ, കാർ വായ്പ, കുടുംബത്തെ ആശ്രയിക്കൽ. ഇവിടെ ടെൻഷൻ എൻ്റെ കയ്യിൽ എത്ര പണമുണ്ട് എന്നതിലല്ല, ഓരോ വർഷവും എത്ര പണം വരും എന്നതിലാണ്. മാതാപിതാക്കളുടെ മെഡിക്കൽ ചെലവുകൾ ഒറ്റത്തവണയുള്ളതല്ല, അവ പ്രതിമാസം പ്രവചിക്കാവുന്ന ദീർഘകാലത്തേക്കുള്ളവയാണ്. മാർക്കറ്റ് ഉയരുകയും താഴുകയും ചെയ്യാം, എന്നാൽ മെഡിക്കൽ ബില്ലുകൾ അവയുടെ തീയതി തെറ്റിക്കാറില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നത് ഒരു തവണത്തെ ചെലവ് മാത്രമല്ല. ഫീസ്, കോച്ചിങ്, ജീവിത ചെലവുകൾ ഇതെല്ലാം ഒരു വരുമാന പ്രവാഹം ആവശ്യപ്പെടുന്നു. വിരമിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഷോക്ക് ശമ്പളം നിൽക്കുന്നു, എന്നാൽ ചെലവ് പൂർണ്ണ വേഗതയിലാണ് എന്നതാണ്. അതുകൊണ്ടാണ് വിരമിക്കുമ്പോൾ വെക്കേഷൻ പ്ലാൻ മാത്രമല്ല, വരുമാനത്തിനുള്ള പകരവും പ്ലാൻ ചെയ്യാൻ ആളുകൾ പറയുന്നത്. ഗോളുകൾ ഒറ്റത്തവണത്തെ പ്ലാനിങ്, ജീവിതം പ്രതിമാസ പ്ലാനിങ്. നമ്മൾ ഗോളുകൾക്കായി നിക്ഷേപിക്കുന്നു, എന്നാൽ ജീവിതത്തിനായി വരുമാനം പ്ലാൻ ചെയ്യുന്നില്ല. അവിടെയാണ് വിടവുണ്ടാകുന്നത്. ഇവിടെ പ്രധാനമായ വ്യക്തത ആവശ്യമാണ്. ഇൻകം പ്രോഡക്റ്റ് എന്നാൽ സമ്പാദ്യമല്ല, സമ്പാദ്യം എന്നത് നിക്ഷേപിക്കലാണ്. ഇൻകം പ്രോഡക്റ്റ് എന്നാൽ സ്ഥിരമായ വരുമാന സ്രോതസ് ഉണ്ടാക്കലാണ്. ഇൻകം പ്രോഡക്റ്റിന്റെ ജോലി ഭാവിയിൽ നിങ്ങൾക്ക് പ്രവചിക്കാവുന്ന പതിവ് വരുമാനം നൽകുക എന്നതാണ്. ഈ ആവശ്യത്തെയാണ് കാനറ HSBC ലൈഫിന്റെ പ്രോമിസ് ഫോർ ലൈഫ് അഭിസംബോധന ചെയ്യുന്നത്. ഇതൊരു ഗ്യാരണ്ടീഡ് ഇൻകം പ്ലാൻ ആണ്. നിങ്ങൾ കുറച്ച് വർഷത്തേക്ക് പ്രീമിയം അടയ്ക്കുന്നു, 2ാം വർഷം മുതൽ പ്ലാൻ കൃത്യമായ വരുമാനം നൽകാൻ തുടങ്ങുന്നു. ഈ പ്ലാനിന്റെ കരുത്ത് ഇതൊരു പ്രായക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല എന്നതാണ്. ലോൺ EMI-കൾക്ക് ഏറ്റവും പ്രധാനം പ്രഡിക്റ്റബിലിറ്റി ആണ്. പ്രോമിസ് ഫോർ ലൈഫ് ഒരു ഫിക്സഡ് ദിവസം അതാണ് നൽകുന്നത്. ചൈൽഡ് എഡ്യൂക്കേഷന് ലംസം റിസ്കിയാണ്. ഇൻകം പ്ലാൻ സ്റ്റാഗേർഡ് സപ്പോർട്ട് നൽകുന്നു. പാരന്റ്സ് കെയർ, ഹെൽത്ത് കെയറിനായി മാർക്കറ്റിനെ ആശ്രയിക്കുന്നത് സ്ട്രെസ്ഫുൾ ആണ്. ഗ്യാരണ്ടീഡ് ഇൻകം ഇവിടെ ഇമോഷണൽ റിലീഫ് നൽകുന്നു. റിട്ടയർമെന്റിന് ശേഷം സാലറി റീപ്ലേസ് ആകില്ല, ഇൻകം സ്ട്രീംസ് ക്രിയേറ്റ് ആകും. അതിലൊന്നായി പ്രോമിസ് ഫോർ ലൈഫ് മാറാം. ലെഗസി, പണം മാത്രം ബാക്കി വെക്കുന്നതല്ല ലെഗസി, ഒരു വർക്കിംഗ് ഇൻകം സിസ്റ്റം നൽകുന്നതാണ്. ക്വിക്ലി പ്രോമിസ് ഫോർ ലൈഫിന്റെ ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്: 100 വയസ്സ് വരെ ഗ്യാരണ്ടീഡ് ഇൻകം, ലൈഫ് കവർ, ലോങ് ടേം ഇൻകം വിസിബിലിറ്റി. ഈ പ്ലാൻ റിട്ടേൺസിന് മാത്രമല്ല, റിലയബിലിറ്റിക്ക് വേണ്ടിയുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചർ എക്സ്പെൻസസ് പാനിക്കിന് പകരം പ്ലാനിങ്ങിലൂടെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്ലാൻ റെലവൻ്റ് ആണ്. നിങ്ങൾ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ മാത്രമാണ് പിന്തുടരുന്നതെങ്കിൽ ഈ പ്ലാൻ അതിനുള്ളതല്ല. ലൈഫ് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കാം, എന്നാൽ ഇൻകം സിസ്റ്റം പ്രഡിക്റ്റബിൾ ആയിരിക്കണം. പ്രോമിസ് ഫോർ ലൈഫ് പോലെയുള്ള ഇൻകം പ്രോഡക്ട്സ് അതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. കാരണം ലൈഫ് ഓഫ് ട്രാക്ക് ആയാലും വീട്ടിലെ സിസ്റ്റം ഓഫ് ട്രാക്ക് ആകാതിരിക്കാനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലെയുള്ള റിയൽ ലൈഫ് മണി ടോക്സിനായി കാനറ HSBC ലൈഫ് ഇൻഷുറൻസിന്റെ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.